ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. നടനും തമിഴക വെട്രി കഴകം നേതാവുമായ വിജയിയുടെ റാലിയിലുണ്ടായ ദുരന്തത്തിൽ പോലീസിന്റെയും സംഘാടകരുടെയും വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഏജൻസികൾ. സ്ഥലം അനുവദിച്ചതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി കേന്ദ്ര ഏജൻസികൾ പറയുന്നു. 10,000 പേരെ ഉൾക്കൊള്ളിക്കുന്ന പരിപാടിക്ക് അനുമതി തേടിയെങ്കിലും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന TVK റാലികളുടെ സ്വഭാവം പരിഗണിച്ചില്ലെന്നും കേന്ദ്ര ഏജൻസികൾ പറയുന്നു. വിജയ് ഉച്ചയോടെ എത്തുമെന്നായിരുന്നു സംഘാടകർ അറിയിച്ചിരുന്നതെങ്കിലും 10 മണിയോടെ തന്നെ പരിപാടി നടന്ന വേലുച്ചാമിപുരത്ത് ആളുകൾ തടിച്ചുകൂടി തുടങ്ങി. ആളുകളുടെ തിരക്ക് വർദ്ധിച്ചപ്പോഴും വേണ്ട മുൻകരുതൽ സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല. 45,000 പേർ വേലുച്ചാമിപുരത്തുണ്ടായിരുന്നു. ഫ്ലൈ ഓവർ പരിസരത്ത് 10,000 മുതൽ 15,000 ആളുകൾ വരെ എത്തി. വിജയ് എത്തിയതോടെ ഇരുവരും ഒപ്പം നീങ്ങി. ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ വേലുച്ചാമിപുരത്തിന് കഴിയുമായിരുന്നില്ലെന്നും കേന്ദ്ര ഏജൻസികൾ പറയുന്നു. ആളുകളുടെ എണ്ണം കണക്കിലെടുത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും ഇവരെ ഉൾക്കൊള്ളുന്നതിനും ബദൽ പ്ലാനുകൾ ഉണ്ടായിരുന്നില്ലെന്നും കേന്ദ്ര ഏജൻസികൾ പറയുന്നു. ആളുകളെ നിയന്ത്രിക്കാൻ TVK ഒരുക്കിയ ക്രമീകരണം മതിയായില്ല. തിക്കും തിരക്കുമുണ്ടായപ്പോൾ ഏകോപനം പാളി. മുന്നറിയിപ്പ് നൽകാൻ സംവിധാനങ്ങൾ ഇല്ലാതെയായി. TVK നേതാക്കൾക്ക് ഒഴുകിയെത്തിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പോലീസിനും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു. അടിയന്തര സാഹചര്യം നേരിടാൻ സൗകര്യമുണ്ടായില്ലെന്നും കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കുന്നു. ശനിയാഴ്ചയായിരുന്നു കരൂരിൽ വിജയുടെ റാലിക്കിടെ ദുരന്തമുണ്ടായത്. ഭക്ഷണവും വെള്ളവുമില്ലാതെ ആളുകൾ കാത്തുനിന്നു. വിജയ് പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ ആളുകൾ തളർന്നു തുടങ്ങി. ഇത് ശ്രദ്ധയിൽപ്പെട്ട വിജയ് ആളുകൾക്ക് കുപ്പിവെള്ളം എറിഞ്ഞു നൽകി. ഇത് സ്ഥിതി സങ്കീർണമാക്കി. ആളുകൾ കുപ്പി പിടിക്കാൻ തിരക്ക് കൂട്ടിയതോടെ തിക്കും തിരക്കുമുണ്ടായി. ഇതോടെ ആളുകൾ കുഴഞ്ഞു വീഴാൻ തുടങ്ങി. ഈ സമയം 6 വയസ്സുകാരിയെ കാണാതായ വിവരം വിജയ് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. അധികം വൈകാതെ തന്നെ പ്രസംഗം അവസാനിപ്പിച്ച് വിജയ് സ്ഥലത്ത് നിന്ന് മടങ്ങി. ആദ്യ ദിനം 38 പേരായിരുന്നു മരിച്ചത്. 10 കുട്ടികൾ, 16 സ്ത്രീകൾ, 12 പുരുഷന്മാർ എന്നിങ്ങനെയായിരുന്നു മരണസംഖ്യ. ഇന്നലെ മരണം 40ആയി. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം അനുസരിച്ച് മരിച്ചവർ 41 സുഗുണ എന്ന 65-കാരിയാണ് ഒടുവിൽ മരിച്ചത്. 60ഓളം പേർ പരിക്കേറ്റ് ഇപ്പോഴും ആശുപത്രിയിലാണ്. 7 പേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.